നമസ്കാരം. മറ്റ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നാണ് ആസാം. ആസാം വളരെ തന്ത്രപ്രധാനമായ ഒരു സംസ്ഥാനം കൂടിയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ആസാം സർക്കാർ അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയത്നത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഏതാണ്ട് 30,000-ഓളം വിദേശികൾ, അതായത് യാതൊരു രേഖകളുമില്ലാതെ ഈ സംസ്ഥാനത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. ഇവരിൽ പലരും അപകടകാരികളാണ്, അതുപോലെ ഒരുപക്ഷെ തീവ്രവാദ സംഘങ്ങളുമായി പോലും ബന്ധമുള്ളവരാണെന്നും സംശയിക്കപ്പെടുന്നുണ്ടായിരുന്നു. ഇവരെ കണ്ടെത്തുക എന്നുള്ള വലിയൊരു യത്നം തന്നെയായിരുന്നു ആസാമിൽ നടന്നുകൊണ്ടിരുന്നത്. ആസാമിൻ്റെ മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ ഒരുപക്ഷെ നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള അതിശക്തനായ ഭരണാധികാരി, സമർത്ഥനായ ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ കൂടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. ഹിമന്ത ബിശ്വ ശർമ്മയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ നിർബന്ധമുണ്ടായിരുന്നു. ആസാമിൽ ഇത്തരത്തിൽ ഒളിച്ചു കഴിയുന്ന അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ആവശ്യമില്ല എന്നുള്ള നിലപാട് തന്നെയാണ് അദ്ദേഹം ആദ്യം മുതലേ സ്വീകരിച്ചിരുന്നത്. ഹിമന്ത ബിശ്വ ശർമ്മയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹം ഒരു കാലത്ത് ഇന്ത്യയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ നേതാക്കളിൽ ഒരാളായിരുന്നു. ഒരുപക്ഷെ ഭാവിയിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉയരങ്ങളിൽ നിന്ന് നയിക്കേണ്ടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഹിമന്ത ബിശ്വ ശർമ്മ എന്ന ഒരു ധാരണ എല്ലായിടത്തും പരന്ന സാഹചര്യത്തിലാണ് പതിപോലെ കോൺഗ്രസ് സംഭവിക്കുന്നത് പോലെ പിന്നീട് അങ്ങോട്ട് ഒതുക്കാനുള്ള പരിപാടികൾ തുടങ്ങിയത്. ഹിമന്ത ബിശ്വ ശർമ്മയെക്കുറിച്ച് പറയുന്ന ഒരു സംഭവം, അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായിരുന്ന സമയത്ത് ആസാമിലെ രാഷ്ട്രീയ വിഷയങ്ങൾ അത് എല്ലായ്പ്പോഴും ചൂടുപിടിച്ച വിഷയങ്ങളാണ്. സംസാരിക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിയെ കാണാനായി എത്തി. രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തുന്ന വേളയിൽ ഹിമന്ത ബിശ്വ ശർമ്മ വളരെ ഗൗരവകരമായ കാര്യങ്ങൾ സംസാരിക്കുന്ന സന്ദർഭത്തിലൊക്കെ തന്നെ രാഹുൽ ഗാന്ധി കൂടുതൽ ശ്രദ്ധിച്ചത് തൻ്റെ വളർത്തുനായ്ക്ക് ബിസ്ക്കറ്റുകൾ ഇട്ട് കൊടുക്കുന്ന കാര്യത്തിലായിരുന്നു എന്നാണ്. അന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഹിമന്ത ബിശ്വ ശർമ്മ പിന്നീട് BJP-യിൽ ചേരുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ആസാമിലെ അതിശക്തനായ മുഖ്യമന്ത്രിയാണ്. ഒരുപക്ഷെ ആസാം എന്ന സംസ്ഥാനം കണ്ട ഏറ്റവും പ്രഗത്ഭന്മാരായ മുഖ്യമന്ത്രിയുടെ പട്ടികയിലാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ സ്ഥാനം. അദ്ദേഹം ചെറുപ്പക്കാരൻ കൂടിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആസാമിൽ യാതൊരു രേഖകളും കൈവശമില്ലാതെ കഴിഞ്ഞിരുന്ന 18 വിദേശികളെ പോലീസ് പിടികൂടിയിരുന്നു. ഇവരുടെ അറസ്റ്റ് ചെയ്യപ്പെടുത്തിയതിനു ശേഷം പിന്നീട് ഇവരുടെ ജന്മനാടുകളിലേക്ക് തന്നെ നാട് കടത്തുകയായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം വെളിപ്പെടുത്തി. ഇനിയും ഈ പ്രയത്നം തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത്, നമ്മുടെ രാജ്യത്തെ പട്ടിണിക്കിടുവാനായിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അതൊരു കാരണവശാലും അംഗീകരിക്കുകയില്ല. ഇന്ത്യയുടെ വികസനം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ അനധികൃതമായി വ്യാജരേഖകൾ ഉണ്ടാക്കി ഇന്ത്യയിലേക്ക് കയറിപ്പറ്റി കൂടിയ ഇവരിവിടെ നിന്ന് പുറത്താക്കുന്നത് എന്ന്. ഏതായാലും ഹിമന്ത ബിശ്വ ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ റിസ്ക്കുള്ള ജോലിയാണ് എങ്കിൽ പോലും അദ്ദേഹം അക്കാര്യത്തിൽ വളരെ കർശന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് ആസാം. ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ അസ്ഥിരത, അവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അതേസമയം ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ള ആർക്കും ഇപ്പോൾ വേണമെങ്കിലും ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാം എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ പിടികൂടിയ വിദേശികൾ ഏത് രാജ്യത്തുള്ളവരാണെന്നുള്ള കാര്യവും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുമില്ല. അവരവരുടെ രാജ്യങ്ങളിലേക്ക് മടക്കി അയച്ചിട്ടുണ്ട്, അവരങ്ങ് എത്തിക്കാണും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ കേന്ദ്ര സർക്കാരും ആസാം ഭരിക്കുന്ന BJP സർക്കാരും ഒക്കെ എത്ര ഗൗരവമായിട്ടാണ് കണക്കാക്കുന്നതെന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു കാലത്ത് പഞ്ചാബിലും കാശ്മീരിലുമൊക്കെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ട സമയത്തൊക്കെ തന്നെ അവരെ നേരിടാൻ കഴിയാത്ത വണ്ണം ദുർബലമായിരുന്നു അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന കേന്ദ്ര സർക്കാരും അവിടുത്തെ സംസ്ഥാന സർക്കാരുകളും എല്ലാം തന്നെ. അതിൻ്റെ പരിണതഫലം നമ്മളെല്ലാവരും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇനി അങ്ങനെ ഒരു അവസ്ഥ രാജ്യത്ത് ഉണ്ടാകരുത്. തീവ്രവാദ പ്രവർത്തനത്തിന് ഇന്ത്യയിൽ സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലായ്പ്പോഴും മുന്നോട്ട് നീങ്ങുന്നത്. അതിന് ഉതകുന്ന തരത്തിൽ തന്നെയാണ് ആസാം പോലെയുള്ള ഒരു തന്ത്രപ്രധാനമായ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മയും ഇപ്പോൾ കരുക്കൾ നീക്കുന്നത്. ആസാമിലുള്ള ഈ 30,000-ഓളം വരുന്ന ഈ അനധികൃത കുടിയേറ്റക്കാരെ ഇവരെ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നും ഇവരെ നാട് കടത്തുമെന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ മെയ് മാസത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ 18 പേരെ പിടികൂടിയത്. ഒരു കാര്യം ഓർക്കണം, ഒരു സംസ്ഥാന സർക്കാർ വിചാരിച്ചിട്ട് ഇത്രയും കാലഘട്ടത്തിനുള്ളിൽ കഴിഞ്ഞ മെയ് മുതൽ ഈ ഡിസംബർ വരെയുള്ള സമയത്ത് വെറും 18 പേരെ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇവരിൽ പലരും ഇവിടെയൊക്കെ ഒളിവിൽ കഴിയുകയാണ്, ആളുകൾക്കിടയിൽ ഒരു ജീവിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവരെ കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിൽ പോലും ഇവരിൽ പലരും വ്യാജരേഖകൾ ചമച്ച് ഇന്ത്യക്കാരാണ് എന്നുള്ള രീതിയിൽ തന്നെ താമസിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഇന്ത്യയുടെ മണ്ണിൽ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള വിധ്വംസക പ്രവർത്തനങ്ങളും അതുപോലെ അനധികൃത കുടിയേറ്റവും അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ് ആസാം മുഖ്യമന്ത്രി ഉറച്ച നിലപാടെടുത്തിരിക്കുന്നത്. അത് രാജ്യ താൽപ്പര്യത്തിന് അനുകൂലമായി മാറ്റാനും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഒരാളായി ഹിമന്ത ബിശ്വ ശർമ്മ മാറിയതിൽ അതിൽ യാതൊരു അത്ഭുതവുമില്ല. കാരണം അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട്.
ഒരുപക്ഷെ നാളെ രാജ്യത്തിൻ്റെ ഭാവി ഭാഗതയും പോലും നിർണ്ണയിക്കാൻ കഴിവ് ഉള്ള ഹിമന്ത ബിശ്വ ശർമ്മ ഇത്തരത്തിലുള്ള ഈ നടപടികളിലൂടെ കൂടുതൽ ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ ഇതൊരു മാതൃകയായി മാറുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഈ ഒരു കടുത്ത കരുത്തുറ്റ നിലപാട്. നമ്മുടെ രാജ്യത്ത് തന്നെ വിവിധ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പല സംസ്ഥാനങ്ങളുമുണ്ട്. അവിടുത്തെ മുഖ്യമന്ത്രിമാരുമൊക്കെ ഹിമന്ത ബിശ്വ ശർമ്മയുടെ രീതി പിന്തുടരുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങൾ എക്കാലത്തേക്കും ഏറ്റവും മികച്ച രീതിയിലേക്ക് തന്നെ മാറും എന്നുള്ള കാര്യവും ഉറപ്പാണ്.